നമസ്കാരം. അഗ്രിമലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്റമോളജിയിലെ ഒരു ഇൻട്രൊഡക്ടറി ടോപ്പിക്കാണ്. എന്താണ് എന്റമോളജി? എന്റമോളജി വേർഡ് ഗ്രീക്കിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. എന്റമോൺ എന്ന് പറയുന്നത് ഇൻസെക്റ്റും ലോഗോസ് എന്ന് പറയുന്നത് സ്റ്റഡിയുമാണ്. ലോജിയിൽ അവസാനിക്കുന്ന മിക്ക ടേമുകളും ഗ്രീക്കിൽ നിന്നായിരിക്കും ഒറിജിൻ. ഇനി എന്താണ് എന്റമോളജി? എന്റമോളജി സുവോളജിയുടെ ഒരു ബ്രാഞ്ചാണ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇൻസെക്ട്. ഇൻസെക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അനാട്ടമി, മോർഫോളജി, അതിന്റെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഇതിനെയൊക്കെ പറ്റി പഠിക്കുന്ന സുവോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് എന്റമോളജി എന്ന് പറയുന്നത്. ഇനി എന്റമോളജിയിൽ നമ്മളിപ്പോ പറഞ്ഞു ഇൻസെക്റ്റിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. ഇൻസെക്ട് എന്ന് പറയുന്നത് കിങ്ഡം അനിമാലിയയില് ഫൈലം ആർത്രോപോഡയ്ക്കകത്ത് വരുന്ന ഒരു ക്ലാസ് ആണ് ഇൻസെക്ട എന്ന് പറയുന്നത്. ഇൻസെക്റ്റയ്ക്ക് പുറമെ ഫൈലം ആർത്രോപോഡയ്ക്കകത്ത് ദർ ആർ 6 അതർ ക്ലാസ്, അതായത് ടോട്ടൽ 7 ക്ലാസ്സസ് ഉണ്ട് ഫൈലം ആർത്രോപോഡയ്ക്കകത്ത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഒണൈക്കോഫോറ. ഒണൈക്കോഫോറ എന്ന് പറയുന്നത് ക്ലോ ബിയറേഴ്സ് ആണ്. എക്സാമ്പിൾ പെരിപാറ്റസ്, ഒണൈക്കോഫോറ പെരിപാറ്റസ്. ഇനി ക്രസ്റ്റേഷ്യ. ക്രസ്റ്റേഷ്യ എന്ന് പറയുന്നത്, ക്രസ്റ്റ് എന്ന് പറയുന്നത് ഷെല്ലാണ്. ഇപ്പൊ ക്രസ്റ്റേഷ്യ എന്ന് പറയുന്നത് പ്രോൺസ്, ക്രാബ്സ്, ബോട്ട്ലോസ്, അങ്ങനെ ഷെല്ല് ബിയർ ചെയ്യുന്നതാണ് ക്രസ്റ്റേഷ്യൻസ് എന്ന് പറയുന്നത്. ഇനി അരാക്കിനിഡേ. അരാക്കിൻ എന്ന് പറയുന്നത് സ്പൈഡർ ആണ്. അപ്പൊ അരാക്കിനിഡേ ക്ലാസ്സിൽ വരുന്നത് എന്ന് പറയുന്നത് സ്കോർപിയോൺ, സ്പൈഡർ, ടിക്, മൈറ്റ്. ഇനി ചീലോപോഡ, സി ലിപ് ലൈക്ക് അപ്പൻഡേജ് ഉള്ളതാണ് ചീലോപോഡ എന്ന് പറയുന്നത്. എക്സാമ്പിൾ സെന്റിപ്പേഡ്. ഇനി ഡിപ്ലോപോഡ. ഡിപ്ലോപോഡയ്ക്ക് എക്സാമ്പിൾ മില്ലിപ്പേഡ്. ഇനി ഫൈലം ആർത്രോപോഡയ്ക്കകത്ത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്, അതാണ് ട്രൈലോബേറ്റ. ഇത് എക്സാമിന് ചോദിക്കാം, വിച്ച് ഈസ് ദ എക്സ്റ്റിങ്ക്റ്റ് ക്ലാസ് ഓഫ് ഫൈലം ആർത്രോപോഡ, ദറ്റ് ഈസ് ട്രൈലോബേറ്റ. ഇനി ഏഴാമത്തത് ഹെക്സാപോഡ ഓർ ഇൻസെക്റ്റ. ഫൈലം ആർത്രോപോഡയുടെ മോർഫോളജിയെ പറ്റി പഠിക്കുകയാണെങ്കിൽ അവരുടെ ബോഡി എന്ന് പറയുന്നത് സെഗ്മെന്റഡ് ബോഡിയാണ്. ഈ സെഗ്മെന്റ്സിന് 2 or 3 റീജിയൻ ആയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ടെക്മോസിസ് എന്ന് പറയുന്നത്. ഇനി ജനറലി ഇവർക്ക് റിന്യൂവബിൾ കൈറ്റീനിയസ് എക്സോസ്കെൽറ്റൻ ആണ്. അവര് മോൾട്ടിംഗ് വഴിയാണ് ഗ്രോ ചെയ്യുന്നത്. ബൈലാറ്ററൽ സിമെട്രിക്കൽ ആണ്. ട്യൂബുലാർ അലിമെന്ററി കനാൽ ആണ്, സ്റ്റാർട്ടിംഗ് ഫ്രം മൗത്ത് ആൻഡ് എൻഡ് ടിൽ ഏനസ്. ഇനി ഇവരുടെ ഹാർട്ടും ബ്രെയിനും ഡോർസൽ സൈഡാണ്. ഡോർസൽ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മൗത്തും നോസും ഒക്കെ വരുന്നത് വെൻട്രൽ പോർഷൻ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡോർസൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ഹാർട്ടും ബ്രെയിനും ഡോർസൽ സൈഡിലാണ്, പക്ഷെ നെർവ് കോഡ് എന്ന് പറയുന്നത് വെൻട്രൽ സൈഡിലാണ്. ഇവർക്ക് സ്ട്രയേറ്റഡ് മസിൽസ് ഉണ്ട്. ഇവർക്ക് സിലിയ പ്രസന്റ് അല്ല. സീലിയ എന്ന് പറയുന്നത് ഹെയർ ലൈക്ക് അപ്പൻഡേജ് ആണ്. അത് അവരെ ലോക്കോമോഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്ന ഒരു അപ്പൻഡേജ് ആണ്. അത് ഈ ഫൈലം ആർത്രോപോഡയ്ക്ക് ഇല്ല. ഇനി ഇവർക്ക് പെയർഡ് സെഗ്മെന്റഡ് അപ്പൻഡേജസും പ്രസന്റ് ആണ്. അഗ്രികൾച്ചർ പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഇൻസെക്ടയെ പറ്റി മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ ഇൻസെക്ടയുടെ പൊസിഷൻ എന്താണ്? കിങ്ഡം അനിമാലിയ, ഫൈലം ആർത്രോപോഡ, സബ് ഫൈലം യൂണിറേമിയ ആൻഡ് ക്ലാസ് ഇൻസെക്ട. ഇൻസെക്ട ക്ലാസിന്റെ ഫീച്ചേഴ്സ്. അവരുടെ ബോഡി എന്ന് പറയുന്നത് സെഗ്മെന്റഡ് ആണ്. 3 സെഗ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. ആന്റിന പ്രസന്റ് ആണ്. ഈച്ച് പെയർ ഓഫ് ആന്റിനയാണ്, ഒരു പെയറാണുള്ളത്. വിഷ്വൽ ഓർഗൻ ആയിട്ട് സിമ്പിളായി ഉണ്ട്, കോമ്പൗണ്ട് ആയി ഉണ്ട്. ലോക്കോമോഷന് വേണ്ടിയിട്ട് കാലുകളും ഉണ്ട്, വിങ്സുകളും ഉണ്ട്. ലെഗ്സ് എന്ന് പറയുന്നത് ഈച്ച് പെയർ ഇൻ ഈച്ച് തൊറാക്സ്. അപ്പൊ അങ്ങനെ 3 പെയറുണ്ട് ലെഗ്സ്. വിങ്സ് എന്ന് പറയുന്നത് മീസോ തൊറാക്സിലും മെറ്റാതൊറാക്സിലുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത റെസ്പിറേഷൻ എന്ന് പറയുന്നത് ട്രക്കിയൽ വഴിയാണ്. ബോഡി കാവിറ്റി ഹീമോസിൽ, ബോഡി സെല്ല് ഹീമോസൈറ്റ്, ബോഡി ഫ്ലൂയിഡ് ഹീമോലിംബ്. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഹാർട്ട് വിത്ത് ഓസ്റ്റിയാണ്. ഡെവലപ്മെന്റ് എന്നത് മെറ്റാമോർഫോസിസ് വഴിയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ഹാബിറ്റേറ്റ് ആണെങ്കിൽ അവർ ഫൈറ്റോഫാഗസ് ആവാം, പ്രിഡേറ്റേഴ്സ് ആവാം, പാരസിറ്റോയിഡ്സ് ആവാം. ഇനി മോർഫോളജി പറ്റി പഠിക്കാനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി വാൾ അഥവാ ഇന്റഗ്യുമെൻ ആൻഡ് എക്സോസ്കെൽറ്റൻ. രണ്ടാമത്തെന്ന് പറയുന്നത് എൻഡോസ്കെൽറ്റൻ. എക്സോസ്കെൽറ്റൻ അഥവാ ഇന്റഗ്യുമെൻ, ദിസ് സെർവ്സ് ആസ് എ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് ടു ദ ബോഡി. ഇതിൽ 3 റീജിയൻ ഉണ്ട്. ഒന്ന് ബേസ്മെന്റ് മെമ്പറൈൻ, മറ്റേത് എപ്പിഡെർമിസ്, മൂന്നാമത്തത് ക്യൂട്ടിക്കുലർ. ആസ് ഷോൺ ഇൻ ദ ഫിഗർ, ബേസ്മെന്റ് മെമ്പറൈൻ, എപ്പിഡെർമിസ് ആൻഡ് ക്യൂട്ടിക്കുലർ. ക്യൂട്ടിക്കുലാറിൽ 2 പോർഷൻ ഉണ്ട്. ഒന്ന് പ്രോ ക്യൂട്ടിക്കുളം ഉണ്ട്, മറ്റേത് എപ്പി ക്യൂട്ടിക്കുളം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് എൻഡോസ്കെൽറ്റൻ വരുന്നത്. ഇനി ക്യൂട്ടിക്കൽ പോർഷൻ നമുക്ക് ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം.
ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് നോൺ സെല്ലുലാർ പോർഷൻ ആണ്. ഇത് എക്സോസ്കെൽറ്റന്റെ ഒരു ഭാഗമാണ്. ദിസ് ഈസ് സെക്രീറ്റഡ് ബൈ എപ്പിഡെർമിസ്. ഇനി ഇവിടെ അറിയേണ്ട ഒരു ടേമാണ് സ്ക്ലീറോട്ടനൈസേഷൻ. എന്താണ് സ്ക്ലീറോട്ടനൈസേഷൻ? ഇതൊരു ബയോകെമിക്കൽ പ്രോസസ് ആണ്. ആർത്രോപോഡ്സിന്റെ ക്യൂട്ടിക്കിളിന്റെ കോമ്പോസിഷൻ എന്താണ്? കൈറ്റിനും പ്രോട്ടീനും. ഈ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് റിജിഡ് ആവുകയും ഹാർഡൺ ചെയ്യുകയും ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ടഫ് ആയിട്ടുള്ള ഒരു എക്സോസ്കെൽറ്റൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ക്യൂട്ടിക്കിളിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് കൈറ്റിൻ, ആർത്രോപോഡിൻ, സ്ക്ലീറോട്ടിൻ, റെസിലിൻ. കൈറ്റിൻ എന്ന് പറയുന്നത് മെയിൻ കോൺസ്റ്റൻസ് ഓഫ് ക്യൂട്ടിക്കിൾ ആണ്. ഇത് ഫോം ചെയ്തിരിക്കുന്നത് നൈട്രോജനസ് പോളിസാക്കറൈഡ്സും പോളിമർ ഓഫ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈനുമാണ്. കൈറ്റിൻ വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്, പക്ഷെ ഡൈല്യൂട്ട് ആസിഡ്, ആൽക്കലി, ഓർഗാനിക് സോൾവെന്റിലൊക്കെ ഇവ സോല്യൂബിൾ ആണ്. ഇനി ആർത്രോപൊഡിൻ എന്ന് പറയുന്നത് അൺടാൻഡ് ക്യൂട്ടിക്കുലാർ പ്രോട്ടീൻ ആണ്. ഇത് വാട്ടറിൽ സോല്യൂബിൾ ആണ്. സ്ക്ലീറോട്ടിൻ എന്ന് പറയുന്നത് ടാൻഡ് ക്യൂട്ടിക്കുലാർ പ്രോട്ടീൻ, ST എന്ന് ആലോചിച്ചാൽ മതി. സ്ക്ലീറോട്ടിൻ എന്ന് പറഞ്ഞാൽ ടാൻഡ് ക്യൂട്ടിക്കുലാർ പ്രോട്ടീനും ആർത്രോപൊഡിൻ എന്ന് പറയുന്നത് അൺടാൻഡ് ക്യൂട്ടിക്കുലാർ പ്രോട്ടീനുമാണ്. റെസിലിൻ എന്ന് പറയുന്നത് എലാസ്റ്റിക് ക്യൂട്ടിക്കുലാർ പ്രോട്ടീൻ ആണ്, വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫ്ലെക്സിബിലിറ്റി ഓഫ് സ്ക്ലീറേറ്റ്. സ്ക്ലീറേറ്റിന് ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ടും വിങ്സ് ഈസിലി ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോട്ടീനാണ് റെസിലിൻ എന്ന് പറയുന്നത്. ഇനി ക്യൂട്ടിക്കിൾ നേരത്തെ പറഞ്ഞതുപോലെ എപ്പി ക്യൂട്ടിക്കിൾ ഉണ്ട്, പ്രോ ക്യൂട്ടിക്കിളും ഉണ്ട്. ഈ ഫിഗറിൽ കാണുന്ന പോലെ എപ്പി ക്യൂട്ടിക്കിളും ഉണ്ട്, പ്രോ ക്യൂട്ടിക്കിളും ഉണ്ട്. ഇനി എപ്പി ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് കമ്പോസ്ഡ് ഓഫ് സിമെന്റ്, വാക്സ്, ഫീനോളിക് ആസിഡ്, ക്യൂട്ടിക്കുലിൻ ലെയർ. സിമെന്റ് എന്ന് പറയുന്നത് ഒരു ലിപ്പോ പ്രോട്ടീൻ ആണ്. നമ്മുടെ വീട്ടിൽ തന്നെ സിമെന്റ് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? എക്സ്റ്റേണൽ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ സിമെന്റ് എന്ന് പറയുന്നത് ബോഡീനെ എക്സ്റ്റേണൽ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് വാക്സ്, ഡെസിക്കേഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻസെക്ട് ബോഡീന്റെ ഡെസിക്കേഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാക്സ്. മൂന്നാമത്തത് ഫീനോളിക് ആസിഡ്. ഇതെന്ന് പറയുന്നത് ആസിഡിനും ഓർഗാനിക് സോൾവെന്റിനും റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലെയർ ആണ്. ക്യൂട്ടിക്കുലിൻ എന്ന് പറയുന്നത് നോൺ കൈറ്റീനിയസ് പോളിമറൈസ്ഡ് ലിപ്പോ പ്രോട്ടീൻ ആണ്. ഇനി രണ്ടാമത്തത് പ്രോ ക്യൂട്ടിക്കിൾ. ഇവിടെയാണ് എക്സോ ക്യൂട്ടിക്കിളും എൻഡോ ക്യൂട്ടിക്കിളും വരുന്നത്. എക്സോ ക്യൂട്ടിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഡാർക്ക് കളേർഡ് ആണ്, ടാൻഡ് പ്രോട്ടീൻ ആണ്, ST. ടാൻഡ് പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്ക്ലീറോട്ടിൻ. ഇനി എൻഡോ ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ കളർലെസ്, സോഫ്റ്റ് ആണ്, കൈറ്റിൻ പ്ലസ് അൺടാൻഡ് പ്രോട്ടീൻ ആണ്, അതായത് ആർത്രോപോഡിൻ. ഇനി ക്യൂട്ടിക്കുലർ ലെയർ കഴിഞ്ഞു. രണ്ടാമത്തെ എന്ന് പറയുന്നത് എപ്പിഡെർമിസ് ആണ്. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ബേസ്മെന്റ് മെമ്പറൈന് മേളിലായിട്ടും ക്യൂട്ടിക്കുലർ ലെയറിന് താഴെയായിട്ട് കാണുന്ന ഒരു ഹൈപ്പോഡെർമിസ് സെല്ലാണ്. യൂണിസെല്ലുലാർ ഹൈപ്പോഡെർമിസ് സെല്ലാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ബേസ്മെന്റ് മെമ്പറൈൻ ആണ്. ഈ ബേസ്മെന്റ് മെമ്പറൈനിലാണ് എപ്പിഡെർമിസ് സെല്ല് റെസ്റ്റ് ചെയ്യുന്നത്. ഈ ഫിഗറിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ബേസ്മെന്റ് മെമ്പറൈനിലാണ് എപ്പിഡെർമസ് സെല്ല് റെസ്റ്റ് ചെയ്യുന്നത്. എപ്പിഡെർമസ് സെല്ല് ക്യൂട്ടിക്കുലാർ ലെയറിനും ബേസ്മെന്റ് മെമ്പറൈനും നടുക്കായിട്ട്, അതാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി ബേസ്മെന്റ് മെമ്പറൈന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവയാണെങ്കിൽ ഓൾഡ് ക്യൂട്ടിക്കിളിനെ ഡൈജസ്റ്റ് ചെയ്യുകയും അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അവർ വൂണ്ട്സ് റിപ്പയർ ചെയ്യുന്ന പ്രോസസ്സും ബേസ്മെന്റ് മെമ്പറൈൻ്റെയാണ്. അങ്ങനെ എക്സോസ്കെൽറ്റൻ കഴിഞ്ഞു. എക്സോസ്കെൽറ്റന്റെ വേറെ പേരാണ് ഇന്റഗ്മെന്റ്. എക്സോസ്കെൽറ്റനിൽ 3 ഉണ്ട്: ബേസ്മെന്റ് മെമ്പറൈന്, എപ്പിഡെർമിസ്, ക്യൂട്ടിക്കുലർ ലെയർ. ഇനി അടുത്ത മൂവ് ചെയ്യാൻ പോകുന്നത് എൻഡോസ്കെൽറ്റൻ ആണ്. എൻഡോസ്കെൽറ്റനിലാണ് നമ്മുടെ മസിൽ സെൽസ് അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് അപ്പോഡിമ, മറ്റേത് അപ്പോഫൈസിസ്. അപ്പോഡിമ എന്ന് പറയുന്നത് ഹോളോ ഇൻവാജിനേഷൻ ഓഫ് ബോഡി വാൾ എന്നാണ് പറയുന്നത്. ഈ അപ്പോഡിമ പ്രൊവൈഡ്സ് എ ലാർജ് സർഫേസ് ഫോർ ദ മസിൽ അറ്റാച്ച്മെന്റ്. അതായത് ഈ ഇൻസെക്റ്റിന്റെ ലെഗ്സും വിങ്സും, ഇൻസെക്റ്റിന്റെ ബോഡി ചെറുതാണ്, അപ്പോൾ ഈസി ആയിട്ട് ഇതിന്റെ അറ്റാച്ച്മെന്റ് ഓർഗനൈസ് ചെയ്യാനും ഫെസിലിറ്റേറ്റ് ചെയ്യാനും സഹായിക്കുന്നത് അപ്പോഡിമയാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അപ്പോഫൈസിസ്. ഇതെന്ന് പറയുന്നത് ഒരു സോളിഡ് ഇൻവാജിനേഷൻ ആണ് ബോഡി വാളിന്റെ. ഇനി സെക്കൻഡ് ടോപ്പിക്കിലോട്ട് പോവാം. ക്യൂട്ടിക്കിൾസിനെ പഠിച്ചതുകൊണ്ട് തന്നെ ഇവ നമുക്കൊരു ക്യൂട്ടിക്കുലർ അപ്പൻറ്റേജസിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യണം. ക്യൂട്ടിക്കുലർ അപ്പൻറ്റേജസിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സെല്ലുലാറും മറ്റേത് നോൺ സെല്ലുലാറും. ഈസിലി ആയിട്ട് മനസ്സിലാക്കാം. സെൽ എന്ന് പറയുമ്പോൾ എപ്പിഡെർമൽ സെൽ, സെല്ലുലാർ എന്ന് പറയുമ്പോൾ എപ്പിഡെർമൽ സെല്ല് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സെല്ലുലാർ അപ്പൻറ്റേജ് ആണ്. അടുത്ത നോൺ സെല്ലുലാർ എന്ന് പറയുമ്പോൾ എപ്പിഡെർമൽ സെല്ല് ഇല്ല. എക്സാമ്പിൾ മൈന്യൂട്ട് ഹെയർസ്, തോൺസ്, അതൊക്കെ. ഇനി സെല്ലുലാറിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് യൂണിസെല്ലുലാർ, മറ്റേത് മൾട്ടി സെല്ലുലാർ. ഹണി ബീയിലൊക്കെ പോളന്റെ അറ്റാച്ച്മെന്റ് ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ക്ലോത്തിങ് ഹെയർസും പ്ലൂമോസ് ഹെയർസും. ഇവരൊക്കെ യൂണിസെല്ലുലാർ അപ്പൻഡേജ് ആണ്. രണ്ടാമത്തെ ബ്രിസ്റ്റേഴ്സ്. ഇത് ഫ്ലൈസിലാണ് കാണുന്നത്.
മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ സ്കെയിൽസ് ആണ്. അത് ഫ്ലാറ്റൻഡ് ബോഡി പോലുള്ള ഒരു ഗ്രോത്ത് ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് മോത്തിനും ബട്ടർഫ്ലൈസിനുമാണ്. ഗ്ലാൻഡുലാർ സീറ്റ് പ്രസന്റ് ചെയ്യുന്നത് കാറ്റർ പില്ലറിലാണ്. സീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്തിനെയാണ് സീറ്റ് എന്ന് പറയുന്നത്. ഇനി സെൻസറി സീറ്റ് എന്ന് പറയുന്നത് ന്യൂറോൺസ് അറ്റാച്ച് ചെയ്യുന്ന സീറ്റിനെ പറയുന്ന പേരാണ് സെൻസറി സീറ്റ്. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ. മൾട്ടി സെല്ലുലാറിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്പറും ഒന്ന് സ്പൈനും. സ്പർ എന്ന് പറയുന്നത് മൂവബിൾ സ്ട്രക്ചറും സ്പൈൻ എന്ന് പറയുന്നത് ഇമ്മൂവബിൾ സ്ട്രക്ചറാണ്. ഐ എന്ന് ആലോചിച്ചാൽ മതി. സ്പൈനിൽ ഐ ഉണ്ട്, ഇമ്മൂവബിളും ഐ ഉണ്ട്. ഇനി ഒരു കുഞ്ഞു നോട്ട് പോർഷൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു സീറ്റെ എന്ന് പറയുന്നത് ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്ത് ആണ് സീറ്റെ എന്ന് പറയുന്നത്. ഈ സീറ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പിഡെർമൽ സെല്ലിനെ നമ്മൾ ട്രൈക്കോജൻ എന്ന് പറയും. ഇനി ഈ സീറ്റെ അറ്റാച്ച് ചെയ്യുന്ന, അതായത് ഈ ട്രൈക്കോജൻ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു സോക്കറ്റിനെ പറയുന്ന പേരാണ് ടോർമോജൻ. ഇനി സീറ്റേന്റെ അറേഞ്ച്മെന്റിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കീറ്റോടാക്സി. ഇനി ചില ഇൻസെക്റ്റുകളിൽ ഗ്ലാൻഡ് പ്രസന്റ് ആകുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. വാക്സ് ഗ്ലാൻഡ് പ്രസന്റ് ചെയ്യുന്നത് ഹണി ബീക്കും മീലി ബഗിനുമാണ്. ലാക് ഗ്ലാൻഡിന് ഒബ്വിയസ്ലി ലാക് ഇൻസെക്ട്. പോയിസണസ് ഗ്ലാൻഡ് പ്രസന്റ് ചെയ്യുന്നത് സ്ലഗ് കാറ്റർപില്ലർ. ആൻഡ്രോകോണിയ ഓർ സെന്റ് ഗ്ലാൻഡ് പ്രസന്റ് ചെയ്യുന്നത് മോത്തിനുമാണ്. So that's the end of the session. If you like the session, do like, share and subscribe and let me know your review on the comment section. Thank you.